ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ഹ്യൂമൺ യൂറിനറി സിസ്റ്റത്തിനെ പറ്റിയാണ്. യൂറിനറി ട്രാക്റ്റ്, അതിൻ്റെ ഫങ്ഷൻസും കൂടെ പറയുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ യൂറിനറി ട്രാക്റ്റിൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം പറയാനുള്ളത് 2 കിഡ്നികളാണ്, റൈറ്റ് കിഡ്നി, ലെഫ്റ്റ് കിഡ്നി. അപ്പോൾ ഇത് നട്ടെല്ലിൻ്റെ 2 സൈഡിലായിട്ട്, ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ പയറിൻ്റെ ഷേപ്പാണ്. അപ്പോൾ ഇതിന് ഏകദേശം 11 സെൻറ്റിമീറ്റർ നീളം, ഒരു 6 സെൻറ്റിമീറ്റർ വീതി, ഒരു 3 സെൻറ്റിമീറ്റർ തിക്നെസ് ആണ് ഈ കിഡ്നിക്കുള്ളത്. അപ്പോൾ ഈ രക്തം കൊണ്ടുവരുന്നത്, ഇപ്പോൾ ഈ ചുവപ്പ് നിറത്തിൽ കാണുന്നത് ആർട്ടറിയാണ് എന്ന് പറഞ്ഞാൽ ശുദ്ധരക്തം കൊണ്ടുവരും. ഇത് വെയിൻ. അപ്പോൾ ഈ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചാണ് ഈ കിഡ്നിക്ക്. ഇത് യഥാർത്ഥത്തിൽ അയോട്ട, അബ്ഡോമിനൽ അയോട്ട എന്ന് പറയും, മഹാധമനി. അപ്പോൾ ഇതിൽ നിന്നാണ് ഇതിലോട്ട് ബ്ലഡ് സപ്ലൈ. അപ്പോൾ അതിന് റീനൽ ആർട്ടറി എന്ന് പറയും. അതുപോലെ ഈ വെയിൻ, ഈ നീല കളറിലുള്ളതിന് റീനൽ വെയിൻ എന്ന് പറയും. അപ്പോൾ ഈ ആർട്ടറിയിൽ നിന്ന് രക്തം കിഡ്നിയിൽ ചെല്ലുന്നു, കിഡ്നിയിൽ നിന്ന് രക്തം തിരിച്ച് ഈ വെയിനിൽ കൂടെ പുറത്തോട്ട് പോകുന്നു. അപ്പോൾ ഈ സമയത്ത് ഈ കിഡ്നിയുടെ അകത്ത് ചെറിയ ചെറിയ ഫങ്ഷണൽ യൂണിറ്റുകളുണ്ട്. അതിൻ്റെ പേര് നെഫ്രോൺസ് എന്നാണ് പറയുന്നത്. ഈ നെഫ്രോൺസ് ഇതിൻ്റെ അകത്തുനിന്ന് മാലിന്യങ്ങൾ അരിച്ച് മാറ്റി അത് മൂത്രമായിട്ട് ഈ പെൽവിസിലോട്ട് വിടും. പെൽവിസിൽ നിന്ന് യൂറിറ്റർ, യൂറിറ്ററിൽ നിന്ന് ബ്ലാഡർ. കിഡ്നിയുടെ യഥാർത്ഥ ഏറ്റവും പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡിലുള്ള മാലിന്യങ്ങൾ, അതുപോലെ മെഡിസിൻസ്, ഇതെല്ലാം അരിച്ചു മാറ്റുക എന്നുള്ളതാണ്. അരിച്ചു മാറ്റുക. ഇനി അത് കഴിഞ്ഞ്, കിഡ്നി കഴിഞ്ഞുള്ള ഭാഗത്തിന്, ഈ ഇച്ചിരി വീർത്ത ഭാഗത്തിൻ്റെ പേര് പെൽവിസ് എന്നാണ്, റീനൽ പെൽവിസ് എന്ന് പറയും. അത് കഴിഞ്ഞുള്ള ട്യൂബിൻ്റെ പേര് യൂറിറ്റർ എന്ന് പറയും. അപ്പോൾ യൂറിറ്ററിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയിൽ ഉണ്ടാക്കുന്ന മൂത്രം ബ്ലാഡറിലെത്തിക്കുക. ഇതാണ് ബ്ലാഡർ. അത് കടത്തി വിടുക എന്നുള്ള ഒരു ഫങ്ഷൻ മാത്രമേ അതിനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ 4ാമത്തെ ഭാഗം എന്ന് പറയണത് കിഡ്നി, പെൽവിസ്, യൂറിറ്റർ, ബ്ലാഡർ. ഈ ബ്ലാഡർ മൂത്രം ശേഖരിക്കാനുള്ളതാണ്. അപ്പോൾ ഒരു 400 ml വരെ മൂത്രമായി കഴിയുമ്പോൾ പേഷ്യൻറ്റിന് മൂത്രം ഒഴിക്കാനായിട്ട് മുട്ടും. അപ്പോൾ 600 ml വരെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ബ്ലാഡറിനുണ്ട്. ഈ ബ്ലാഡറിൽ നിന്ന് മൂത്രം പുറത്തോട്ട് പോകുന്ന ആ ട്യൂബ് ൻ്റെ പേര് യുറിത്ര എന്നാണ്. അപ്പോൾ അവിടെ ഈ യുറിത്രയ്ക്കും ബ്ലാഡറിനും ഇടക്കായിട്ടൊരു സ്പിങ്ക്ടറുണ്ട്. ആ സ്പിങ്ക്ടർ റിലീസ് ചെയ്താൽ മൂത്രം യുറിത്രയിൽ കൂടെ പുറത്തോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഇതാണ് യൂറിനറി ട്രാക്റ്റിൻ്റെ ഭാഗങ്ങൾ. ഇനി ഇത് കിഡ്നിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ ഏറ്റവും പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് ഈ മാലിന്യങ്ങൾ, നമ്മുടെ രക്തത്തിലുണ്ടാകുന്ന മാലിന്യങ്ങൾ അരിച്ച് മാറ്റുക എന്നുള്ളതാണ്. മാലിന്യങ്ങൾ, അതുപോലെ മെഡിസിൻ, നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ്, ഇതുപോലുള്ള സംഗതികളെല്ലാം അരിച്ച് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മൂത്രമായിട്ടാണ് ഇത് വെളിയിലോട്ട് റീനൽ പെൽവീസിലോട്ട് മാറ്റുന്നത്. അടുത്ത ഫങ്ഷൻ എന്ന് പറയുന്നത് ബോഡിയുടെ ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് കിഡ്നിയുടെ ഫങ്ഷനാണ്. അടുത്ത ഫങ്ഷൻ എന്ന് പറയുന്നത് ബോഡിയിലെ ഇലക്ട്രോലൈറ്റ് ബാലൻസ്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ കിഡ്നിയുടെ ഫങ്ഷനാണ്. ഇതുകൂടാതെ ഈ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്ന ചില ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കിഡ്നിയാണ്. അതുപോലെ തന്നെ വേറെ ചില ഹോർമോണുകൾ, ഈ എർത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ, ഇത് RBC പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ചില ഹോർമോണുകളാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും കിഡ്നിയാണ്.
അതുപോലെ തന്നെ ഈ അസ്ഥിയുടെ ബലം മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാൽഷ്യം, ഫോസ്ഫറസ് മുതലായവയുടെ ബാലൻസ് വെച്ചിട്ടാണ്. ഇത് കൺട്രോൾ ചെയ്യുന്നതും ഈ കിഡ്നിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് 6 ഫങ്ഷൻസ്, കിഡ്നിയുടെ 6 ഫങ്ഷൻസ്. ഒരു ഹ്യൂമൻ യൂറിനറി ട്രാക്റ്റിനെ പറ്റി പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഒന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്